എന്നാത്തിനാണ് തോമ ചാരിന്ന് കരയണത്? ആര്? ഞാനാ? ആ കപ്പിയാൻ വെച്ചു എന്നെ ചതിച്ചു പോയി ചെയ്യോ. എന്തോരം സ്വപ്നങ്ങൾ കണ്ടതാ ഞാൻ. എല്ലാ ആ ദുഷ്ടം തകർത്ത് കളഞ്ഞില്ലയോ. ആ ലോനാടെ കാര്യാണോ പറയണത്? പിന്നല്ലാതെ ആ പമ്പ് ഓട്ടെന്ന് ആറി ഇതിനൊരു പറയാ. എല്ലാം നഷ്ടപ്പെട്ടത് എനിക്കല്ലയോ. എല്ലാം നഷ്ടപ്പെട്ടെന്ന്. എന്ത്? എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ചതിയൻ വേറെത്തൂടെ പോയപ്പോ ദൈവം കൊടുത്ത് ശിക്ഷ കണ്ടില്ലയോ. കണക്കായിപ്പോയി. ഓ, അതിന് നീ ആണല്ലേ, പെണ്ണല്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. ആ, അച്ഛനില്ലേ അകത്ത്? ആ, പോയി അന്വേഷിക്ക്. നീ പിണങ്ങണ്ടപ്പാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അതെ, ആ കപ്പിയാൻ വെച്ചിനെ ഓർത്ത് എന്റെ ഹൃദയം നുറുങ്ങി പോവുക. ഞാൻ ജീവിച്ചിരിക്കത്തില്ല, മരിക്കാൻ പോവുക. അതെ, പോയവര് പോട്ട്. തോമ സമാനായിട്ടിരിക്കേ, നിനക്ക് ഞാനില്ലേ. നേരാന്നോ? സത്യം. ഞാൻ അച്ഛൻ വരണേട്ടാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ. എന്താണ് ചാണ്ടി കുഞ്ഞെ, വന്ന കാര്യം പറഞ്ഞോളൂ. പണിയെടുക്കാൻ മേലച്ചോ. നന്നായി. കപ്പ്യാരുടെ ഒഴിവിലേക്ക് എനിക്കൊരു ജോലി തരണോച്ചോ. അച്ഛന് പുണ്യം കിട്ടും. നിനക്ക് മര്യാദയ്ക്ക് ശ്വാസം വലിക്കാൻ പോലും പറ്റുന്നില്ല. ആ നിനക്ക് എടുത്താൽ പൊങ്ങാത്ത മണിയുടെ ചരട് എങ്ങനെ വലിക്കാൻ സാധിക്കും ചാണ്ടി? അച്ഛൻ എന്തായാലും ഞാൻ ശ്വാസം വലിക്കണുണ്ട്. കൂട്ടത്തിൽ ആ മണിയുടെ കയറ് ഞാൻ വലിച്ചോളാം. ഏതായാലും ചാണ്ടി ജോലി അന്വേഷിച്ചു വന്നതല്ലേ, ഞാനായിട്ട് മുടക്കുന്നില്ല. ആ ലോനയെ പോലെ 8 മണിയുടെ അടി 10 മണിക്ക് അടിക്കാൻ നിൽക്കരുത്. മണ്ടത്തരങ്ങളുടെ വിളനിലമായ കപ്പ്യാര് ലോനയെ പോലെയും ഈ നിൽക്കുന്ന പിശാചിന്റെ സന്തതിയെ പോലെയും നീയും തുടങ്ങരുതോ. എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അറിയാച്ചോ. ആ, എടുത്തോമാ, പറഞ്ഞോ. ഈ നിൽക്കുന്ന ചാണ്ടി കുഞ്ഞിനെ അകത്ത് വിളിച്ചു കൊണ്ടുപോയി കുറച്ച് കഞ്ഞി കൊടുക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കയ്യെ പിടിച്ച് വലിക്കാതെ നേരെ കർത്താവേ, ഈ ചാണ്ടി കുഞ്ഞിനെ കൂട്ടായിരിക്കണമേ. അയ്യോ, പഴയ കപ്പ്യാർ കൊച്ചിനേക്കാൾ അധ്വാനശീലനായി കൊച്ച്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. തോമ, വന്നൊട്ടേ ശ്രദ്ധിക്കാണ് കേട്ടാ. എന്റെ ചുറ്റും കിടന്നുള്ള തത്തിക്കളി വേണ്ട. അകത്ത് വല്ല പണിയുണ്ടാക്കി നോക്ക്. പഴയ കപ്പ്യാർ കൊച്ചിനേക്കാൾ ചുണ്ടിക്കാരനാ ഇത്, എനിക്ക് മനസ്സിലായി. തോമ, ഈ കൊഞ്ചി കുഴലൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. വലിയ തമാശക്കാരനായി കൊച്ച്. എനിക്ക് തമാശക്കാരെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പുറമേ പരുക്കനാണെങ്കിലും ഉള്ളി പഞ്ചഭാവമാന്ന് എനിക്കറിയാം. ഈ സ്വഭാവം കണ്ട ആർക്കാ ഇഷ്ടം തോന്നാത്തത്? തോമ, വേണ്ടാത്ത കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ മോന്തക്കിട്ടൊരു കീറിയാൻ പറ്റും കേട്ടാ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ പയ്യെ പയ്യെ കൊച്ചിന്റെ സ്വഭാവവും മാറും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റും. തോമ, ചെവിക്കീഴി കിടന്ന് ചീവീട് കൂവണ പോലെ കൂവാതെ നീ നിന്റെ പണിക്ക് പോ. എന്നാ പിന്നെ ഞാൻ പോവാടാ. എന്ത് പറഞ്ഞാലും ഈ കൊച്ചിനെ ഇവിടുന്ന് ഞാൻ വിടില്ല. എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമായി. എന്താണ് തരകം പതിവില്ലാണ്ട് ഇങ്ങോട്ടൊരു വരവ്? ഞാൻ ഭയങ്കര ബുസിയിലാണ് കേട്ടാ. വന്ന വഴി ഇരിക്കാണ്ട് കാര്യം പറഞ്ഞ് പോകാൻ നോക്ക്. എടാ ഔതക്കുട്ടി. ഔതക്കുട്ടിയാ? ഇപ്പൊ വിളിച്ചു മേലെ വിളിച്ചാലുണ്ടല്ല. ഞാനിപ്പോ ഔതക്കുട്ടി മുതലാളിയാണ്, അങ്ങനെ വിളിച്ചാ മതി. പണ്ട് നമ്മള് വാരണ മീനൊക്കെ ലേലം വിളിക്കുന്ന പണിയായിരുന്നു മുതലാളിക്ക്. സമ്മതിച്ച്. നിങ്ങൾ നമ്മുടെ തരകനുമായിരുന്നു. കാലം മാറിപ്പോയില്ലേ. ഇപ്പൊ എന്തോരം പണം വാരണ ലക്ഷപ്രഭുവാണെന്ന് അറിയാമോ ഞാൻ? എന്താണ് ഇപ്പൊ തരകനിങ്ങൾ കമ്മി ചെയ്തതിന്റെ ഉദ്ദേശം? ഒരു സഹായം ചോദിച്ചു വന്നതാ. മംഗലാപുരത്തിന് പോയ മീൻവണ്ടി മറിഞ്ഞ് 1.5 ലക്ഷത്തിന്റെ ചെമ്മീനാണ് നാട്ടുകാർ വാരിക്കൊണ്ടുപോയത്. അതിപ്പോ ഞാൻ വന്ന് പൊക്കി തന്നോന്നാണ് പറയണത്. ഞാനിപ്പോ പണിയൊക്കെ നിർത്തി. എനിക്കിപ്പോ ചാരട മണം കേട്ട ഛർദിക്കാൻ വരും. എനിക്കൊരു 1 ലക്ഷം രൂപ കടം തരണം. ഒരാഴ്ച കഴിഞ്ഞ് മടക്കി തന്നേക്കാം. എന്റെ വ്യാകുല മാതാവേ, 1 ലക്ഷം രൂപയാ എന്റെ കയ്യിൽ എട്ടണയില്ല. പലിശക്ക് തന്നാ മതി. എന്ത് വീടിന്റെ പുറത്ത് തരും? പറമ്പിന്റെ ആധാരമുണ്ട്, അതിന്റെ പുറത്ത് തന്നാ മതി. ഇങ്ങോട്ട് കൊണ്ടുവാ.
ഇത് ഒറിജിനലാണാ ഡ്യൂപ്ലിക്കേറ്റ് ആണാ? ഒറിജിനലാ. ആഹാ, ഞാൻ വിചാരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമെന്ന്. 45 സെന്റ് സ്ഥലവും തെങ്ങും പറമ്പും പുറയോടൊക്കെ ഇതിനകത്ത് തികച്ചുണ്ടാണോ? ആധാരത്തിൽ ആരെങ്കിലും കള്ള എഴുതി പിടിപ്പിക്കുക? ആ, കള്ള എഴുതിയ എനിക്ക് കൊള്ളാം, എഴുതിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. താൻ കുടിച്ച കുഴി താൻ വീഴും, അത് തന്നെ. ആ കൊച്ചുമേരി. ആ തരകനാ, എന്തുണ്ട് വിശേഷം? ഞാൻ കൊച്ചുമേരിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തോന്ന് കാര്യം? പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട? എന്റെ കൂടെ പോരാൻ. ഇപ്പൊ ലോപ്പാസാണ് ചത്ത്. അവനെ കുറിച്ച് ഓർത്ത് ഇനി ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇപ്പോഴും വിളിക്കണം, എന്റെ കൂടെ പോന്നണ്ട. ദേ, അകത്ത് ഒന്നാം തരം കുറ്റിച്ചിലിരിപ്പുണ്ട്, അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ആ ഇതാണ് കുഴപ്പം. നല്ല കാര്യം പറഞ്ഞപ്പോ കടിച്ചു കീറാമൻ. ആ, തരകൻ കളിച്ച് കളിച്ച് അകത്തായി. ഇങ്ങോട്ട് വാ. ദേ, 1 ലക്ഷം രൂപ തികച്ചുണ്ട്. പിന്നെ ഒരു കാര്യം, പണം എനിക്ക് തിരിച്ചു തന്നെ, അതെനിക്ക് നിർബന്ധമാണ്. പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ പറമ്പും പെരേ എന്റെ കയ്യിലിരിക്കും. അത് ഓർക്കണം കേട്ടോ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓ, അന്നത്തെ ഇറങ്ങാൻ പോ. ഹലോ, അങ്കമിങ്ങില്ല, ഇൻകമിങ്ങുള്ളു. എന്ത് 1 ലക്ഷം രൂപയാ? ദൈവമേ, റേഞ്ചില്ല, പിന്നെ വിളിച്ചോ. എന്റെ ദൈവം ചേട്ടോയ്, എന്റെ പൊന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഈനാമ്പച്ചിക്ക് മഴപ്പട്ടി കൂട്ട്, എനിക്ക് ആരും ഇല്ലല്ലോ ദൈവമേ ഒരു കൂട്ട്. ചേട്ടോയ്, ഒന്നിങ്ങ് വന്നേ, ഒന്ന് കവലോരാക്കി തരാവോ? ആക്കിയേക്കാം, ദൈവഗുണം കിട്ടുന്ന കാര്യമല്ലേ. അല്ല, ഇതെന്ത് പറ്റിയതാ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാ. പ്രാന്താണല്ലേ? ഭീകരവാദികൾ ആക്രമിച്ചതാ. ആ, ഞാനൊരു കവിയായി പോയല്ലോ. അവർക്കെതിരെ ഞാനൊരു കവിത എഴുതി, അതിന്റെ പ്രതിഫലം തന്നതാ. ആ. വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? വീണ്ടും എപ്പോഴാ ഇടിവഴുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ. കവലയിൽ ചെന്നൊരു വണ്ടി വിളിച്ച് നാട് വിടാൻ പോവാ ഞാൻ. ഓ, ഈ നാടിനോടും വിട, നാട്ടാരോടും വിട, ഈ നാടിനോടും വിട, നാട്ടാരോടും വിട, വിട, വിട. നിർത്ത്. എന്താ ചെല്ലപ്പ ഇന്നലെ ഉണ്ടായ? ഇന്നലെ രാത്രി കടത്തിറങ്ങി നമ്മുടെ പ്രസിഡന്റിന്റെ വീടിന്റെ അതിലൂടെ പോയിരുന്നു. പെട്ടെന്ന് മുമ്പിൽ കൂടെ ഒരു കറുത്ത ചിറകുള്ളൊരു സാധനം നിലത്ത് തൊട്ടില്ല എന്നുള്ള നിലയില് ഒറ്റ പാച്ചില ഏതാണ്ട് 6-7 അടി പൊക്കം വരും. ഞാൻ എന്റെ ഭഗവതി എന്നൊരു വിളിയായിരുന്നു. അടുത്ത നിമിഷം ഒരു കല്ല് വന്ന് എന്റെ നെറ്റിയിൽ വീണു. പിന്നെ ചറപറാന്നാണ് ഏറ്. ബോധം കെട്ടുപോയി എന്റെ പൊറിഞ്ചു. ചെല്ലപ്പ ചാത്തന് ശരിക്കും കണ്ടു. ഒരു മിന്നായം പോലെ പാഞ്ഞു പോകുന്ന കണ്ടു. ആണോ? കൈ നിറയെ നഖങ്ങളാ. നൊണ കല്ല് വെച്ച നൊണ. ഈ ചാത്തൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു കൂട്ടുന്നതല്ലേ? ഇട കണ്ട ഇവനേക്കാൾ നിശ്ചയാണോ നിനക്ക്? എനിക്കൊന്ന് കിടക്കണം പൊറിഞ്ചു. ഇതിനെ എവിടെയെങ്കിലും കൊണ്ട കിടത്ത്, അല്ലെങ്കിൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. പോ. ഒരു നിരീശ്വരവാദിയെ കുമാരൻ വെല്ലുവിളിക്കുന്നു. ചാത്തൻ ഇല്ല ഇല്ല ഇല്ല. എടാ, നിനക്ക് ഭ്രാന്താണ്. പ്രാന്താർക്കാണെന്ന് ഇന്ന് രാത്രി ഞാൻ കാണിച്ചു തരാം. ഈ ചാത്തനെ കണ്ടെന്ന് പറയുന്ന അഴിമതി സാറാമ്മയുടെ വീടിന് മുന്നിൽ ഇന്ന് രാത്രി ഞാൻ തനിച്ചു പോകുന്നു. കൂട്ടിന് പൊറിഞ്ചു. അതെന്നാ ഒരു കൂട്ട്? അല്ല, നീ പേടിക്കണ്ടെന്ന് നിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. സേഫ്റ്റിക്കല്ലേ? കൊള്ളാം.